ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒരു ചാറ് കറിയാണ്. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുകയാണെങ്കിൽ ദേവീസ് പ്ലാന്റ് എന്ന എൻ്റെ ഈ കുഞ്ഞു യൂട്യൂബ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും കൂടെ തന്നെ അടുത്തുള്ള ആ ബെല്ലൈക്കൺ ഒന്ന് ഓണാക്കി വയ്ക്കണേ. എന്നാൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസിൻ്റെ എല്ലാ നോട്ടിഫിക്കേഷനും നിങ്ങളുടെ ഫോണിൽ കിട്ടുകയുള്ളൂ. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ആ ലൈക്ക് ബട്ടൺ കൂടി ഒന്ന് ടച്ച് ചെയ്തേക്കണേ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. വളരെ ടേസ്റ്റിയായ ഒരു ചാറ് കറിയാണ് ഇന്നത്തെ റെസിപ്പി. ചോറിനും അതുപോലെ ദോശയ്ക്കൊക്കെ അടിപൊളിയാണ്. എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഇതിന് വേണ്ടിയിട്ട് ഞാൻ വഴുതനങ്ങയാണ് എടുത്തിട്ടുള്ളത്. ഇത്രയും വഴുതനങ്ങ വേണ്ട, ഒരു 3 എണ്ണമൊക്കെ മതിയാകും. നമുക്കിതിൽ ഒരു പാത്രം എടുത്ത് അടുപ്പത്ത് വയ്ക്കാം. അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ഓയിൽ ചൂടായി വരുമ്പോഴേക്കും ഒരു 2 പിടിയോളം തേങ്ങ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് കറിവേപ്പില കൂടെ ചേർത്ത് കൊടുക്കാം. തേങ്ങ നല്ലവണ്ണം മൂത്ത് വരുന്നതുവരെ ഇളക്കി കൊടുക്കാം. ചെറുതീയിലിട്ട് വേണം ഇത് വറുത്തെടുക്കാൻ, അല്ലെങ്കിൽ ഇത് പെട്ടെന്ന് കരിഞ്ഞു പോകും. കരിഞ്ഞു പോയാൽ നമ്മുടെ കറിക്ക് ഒരു കയ്പ്പ് രസം ഉണ്ടാകും. അപ്പോൾ കരിയാതെ മിതമായ തീയിൽ വേണം ഇത് വറുത്തെടുക്കാൻ. നമ്മൾ തേങ്ങയെല്ലാം നല്ലോണം മൂത്ത് നല്ല ഗോൾഡൻ ബ്രൗൺ നിറമായി വന്നിട്ടുണ്ട്. കരിഞ്ഞൊന്നും പോയിട്ടില്ല. കാണുമ്പോൾ തന്നെ മനസ്സിലാവും, നല്ല ചുവന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് പൊടികളാണ് ചേർത്ത് കൊടുക്കാനുള്ളത്. എരിവിനാവശ്യമായ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. മുളക് പൊടി എടുത്തതിൻ്റെ ഇരട്ടിക്ക് വേണം നമ്മൾ മല്ലിപ്പൊടി ചേർക്കാനായിട്ട്. അപ്പം ഞാനിവിടെ 3-4 സ്പൂണോളം മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമുക്ക് പൊടിയുടെ പച്ചമണം മാറുന്നതുവരെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഈ തേങ്ങയുടെ കൂട്ട് നമുക്ക് ഒരു സൈഡിലേക്ക് മാറ്റി വെച്ചതിന് ശേഷം 1 സ്പൂണോളം അരി ഒന്ന് വറുത്തെടുക്കണം. അരി വറുത്ത് ഇതിലേക്ക് ചേർക്കുമ്പോഴാണ് കറിക്ക് ഒരു ടേസ്റ്റും അതുപോലെ ഒരു മണവും കിട്ടുന്നത്. അരി മൊരിഞ്ഞു വരുന്നതുവരെ ഇളക്കി കൊടുക്കുക. അരി ഇവിടെ നല്ലോണം മൊരിഞ്ഞു വന്നിട്ടുണ്ട്. നമുക്ക് തേങ്ങയായിട്ടെല്ലാം മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇത് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കണം. അപ്പോൾ ഇതിന് ഒന്ന് ഇതുപോലെ ഇളക്കി കൊടുത്ത് ചൂട് പോയതിന് ശേഷം നമുക്കിതൊന്ന് അരച്ചെടുക്കാനുള്ളതാണ്. ഞാനിവിടെ അരച്ചെടുത്ത് വന്നിട്ടുണ്ട്. നല്ല പേസ്റ്റ് പോലെയാണ് അരച്ചെടുക്കാനുള്ളത്. ഇത് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് വീണ്ടും നേരത്തെ തന്നെ എടുത്ത പാത്രം തന്നെ ഞാൻ എടുത്തു. അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഓയിൽ ചൂടാകുമ്പോൾ ഒരല്പം കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടി വന്നു. ഇതിലേക്ക് മുളക് ചേർക്കാം. കൂടെ തന്നെ കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു കൈപ്പിടിയോളം ചെറിയ ഉള്ളി കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കും. കൂടെ തന്നെ നേരത്തെ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള വഴുതനങ്ങ ചേർത്ത് കൊടുക്കാം. പെട്ടെന്ന് കുക്കാകാൻ വേണ്ടി നമുക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം.
ഉപ്പ് ചേർത്തതിന് ശേഷം ഒന്ന് ഇളക്കി യോജിപ്പിച്ച് ഇത് അടച്ച് വെച്ച് വേണം കുക്ക് ചെയ്യാനുള്ളത്. ഇത് കുക്കാകുമ്പോഴേക്കും നമ്മുടെ ഈ വഴുതനങ്ങയും ഉള്ളിയൊക്കെ ഒന്ന് ചുരുങ്ങി കിട്ടും. ഇതിലല്പം പോലും വെള്ളം ചേർത്തിട്ടില്ല. എണ്ണയിലും അതുപോലെ തന്നെ നമ്മുടെ വഴുതനങ്ങയിൽ നിന്നും ഇറങ്ങി വരുന്ന വെള്ളത്തിലാണ് ഇത് ആവിയിലിരുന്ന് കുക്കാവാനുള്ളത്. ഇതുപോലെ അടച്ചു വെച്ചതിന് ശേഷം ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കിയിട്ട് കൊടുത്ത് വീണ്ടും അടച്ചു വെച്ച് കുക്ക് ചെയ്യാം. അങ്ങനെ നമ്മുടെ വെജിറ്റബിൾ വേകുന്നത് വരെ നമുക്കിങ്ങനെ കുക്ക് ചെയ്തെടുക്കാം. ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കിയിട്ട് കൊടുക്കാൻ മറക്കരുത്, അല്ലെങ്കിൽ അടിയിൽ പിടിക്കും. നമ്മുടെ ഉള്ളിയും അതുപോലെ തന്നെ വഴുതനങ്ങയും നല്ല വെന്ത് വഴണ്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് നേരത്തെ തന്നെ അരച്ച് വെച്ച തേങ്ങയുടെ കൂട്ട് ചേർത്ത് കൊടുക്കാം. ഈ പാത്രത്തിന് കുറച്ച് വെള്ളം എടുത്ത് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. കുറച്ച് വെള്ളം കൂടെ ആവശ്യമുണ്ട്, അപ്പോൾ കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം. നമ്മളിതിലേക്ക് പുളി ചേർത്തിട്ടില്ല. ഇപ്പോൾ ഒരു നെല്ലിക്ക വലുപ്പത്തിലുള്ള പുളി പിഴിഞ്ഞൊഴിച്ചു കൊടുക്കാം. ഈ സമയം ഉപ്പ് കുറവാണെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കണേ. ഈ ഗ്രേവി നല്ലവണ്ണം തിളയ്ക്കുന്നത് വരെ വെയിറ്റ് ചെയ്യണം. നല്ലോണം തിളച്ച് എണ്ണയൊക്കെ ഒന്ന് തെളിഞ്ഞ് വരുമ്പോഴേക്കും കറി റെഡിയായി. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യാനും ആ ബെല്ലൈക്കൺ ഓണാക്കി വയ്ക്കാനും മറക്കരുത്. അതുപോലെ തന്നെ ചെറിയൊരു ലൈക്ക് തന്ന് നാളെ മറ്റൊരു വീഡിയോയുമായി വരുന്നതിൽ താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ. താങ്ക് യു.